ഹായ് എവ്രി വൺ, എൻ്റെ പേര് നീതു. എല്ലാവർക്കും എൻ്റെ പുതിയ ചാനലിലേക്കും നമ്മുടെ വെരി ഫസ്റ്റ് വീഡിയോയിലേക്കും സ്വാഗതം. ഞാൻ കാനഡയിലാണ് താമസിക്കുന്നത്. എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഹസ്ബൻഡും 2 കുട്ടികളുമാണുള്ളത്. മൂത്ത ആൾ നോവിയ, അവളെയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. രണ്ടാമത്തെ ആൾ ജോഷുവ, മോന് 5 മാസമായിട്ടേ ഉള്ളൂ. ഞാനിവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ മറ്റേണിറ്റി ലീവിലാണ്. പിന്നെ നമ്മുടെ വീട്ടിലൊരു പട്ടിക്കുട്ടി കൂടെ ഉണ്ട് കേട്ടോ. അവനെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അവനെ ആദ്യമായിട്ട് വീട്ടിലോട്ട് കൊണ്ടുവന്ന സമയത്ത് നോവിയുടെ എക്സൈറ്റ്മെൻറ്റൊക്കെയാണ് കാണുന്നത്. അവൻ്റെ പേര് ലിയോ എന്നാണ്. അവന് 3 മാസം പ്രായമുള്ളപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ലിയോയുടെ വിശേഷങ്ങളും അവൻ്റെ കൂടെയുള്ള മൊമെൻറ്റ്സും ഒക്കെ ഞാൻ ഈ ചാനൽ കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ എങ്ങനെ ഇടുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഞങ്ങൾ ലിയോപ്പി എന്നൊക്കെ വിളിക്കും കേട്ടോ. ലിയോപ്പൻ മനസ്സിലേക്ക് വരുന്നത്. അവനെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരത്തില്ല. അവൻ്റെ കുറുമ്പും കളികളൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഞങ്ങൾ 2022 അവനെ വാങ്ങുന്നത്. അന്ന് അവന് 3 മാസം പ്രായം ഉണ്ടായിരുന്നുള്ളൂ. ലിയോ ഒരു ജർമ്മൻ ഷെപ്പേർഡ് കാറ്റഗറിയിലെ ഡോഗാണ്. കൊണ്ടുവന്ന സമയത്ത് നല്ല കുറുമ്പനായിരുന്നു അവൻ. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നോവിയുടെ അടുത്ത് കൂട്ടുകാർ തമ്മിൽ കളിക്കുന്ന പോലെയും ടോയ്സ് തട്ടിയെടുക്കാനും ഒക്കെ അവൻ വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ഒരു നല്ല മച്ചുവർ ഡോഗായി അവൻ. നമ്മുടെ എല്ലാവരുടെയും റൊട്ടീൻസ് അവൻ്റെ റൊട്ടീനൊക്കെ ആയി മാറി. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ അവനെ വാങ്ങിയ സമയത്ത് മെയിൽ ഡോഗ് ആയതുകൊണ്ട് ബ്രീഡറിനും നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ യൂഷ്വലി മെയിൽ ഡോഗ്സ് അത്ര കെയറിങ് അല്ല ഫീമെയിൽ ഡോഗ്സിനെ വെച്ചിട്ട് നോക്കുമ്പോൾ എന്നവർ പറഞ്ഞു. ഇത്തിരി ഹാർഡായിരിക്കും, അത്ര സോഫ്റ്റ് ആയിരിക്കത്തില്ല കിഡ്സിനോടൊക്കെ എന്ന്. സോ ഞങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു അവനെ വാങ്ങുന്ന സമയത്ത്. പക്ഷെ എല്ലാം ഓക്കെ ആയി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. നോവിയയും ലിയോയും നല്ല ഫ്രണ്ട്സാണ്. രണ്ടുപേരുടെയും കളികളൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഫസ്റ്റ് വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇവിടെ ആനുവൽ വെക്കേഷനാണിപ്പോൾ, അതുകൊണ്ട് നോവയ്ക്ക് ലേറ്റായിട്ട് എണീറ്റാൽ മതി. പിന്നെ ഇന്ന് രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ നോവയ്ക്ക് പാൻകേക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. പാൻകേക്ക് ഉണ്ടാക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ആളെ. പാൻകേക്ക് മിക്സ് ഉണ്ടായിരുന്നു, അതെടുത്തു. നോവിയ ചെയ്തോളും, പക്ഷെ ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. കുറച്ച് പാല് ഒഴിച്ചു കൊടുക്കുവാണേ. മുട്ട പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ കയ്യിലാവുന്നതൊന്നും ഇഷ്ടമല്ല. സോ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുത്തേ ഉള്ളൂ. പിന്നെ കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുത്തു. നോവിക്ക് അങ്ങനെ കോരി ഒഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ അത് വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്യണം. അങ്ങനെ പാൻകേക്കായി. പാൻകേക്ക് റെഡിയായി. കുറച്ച് ബേക്കണും കൂടെ ഉണ്ടാക്കി. പിന്നെ ഇതൊക്കെ നോവിയുടെ കലാപരിപാടികളാട്ടോ. കഴിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം അത് മുഴുവൻ കഴിക്കുവാണെങ്കിൽ ഇവിടെ അടുത്ത പാർക്കിൽ പോകാമെന്ന് പറഞ്ഞു. കാരണം ആൾ പെട്ടെന്ന് ചെയ്യുന്നതാണ് കാണുന്നത്.
അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിനിടയ്ക്ക് ജോഷു എണീറ്റു. ജോഷു എന്ന് വിളിക്കുന്ന മോനെയാട്ടോ. ഞങ്ങൾ ഇവിടെ അടുത്തുള്ളൊരു പാർക്കിലേക്കാണ് പോയത്. നടന്നു പോകാനുള്ള ദൂരമുള്ളൂ, ഒരു 15 മിനിറ്റ്സ് വോക്കേ ഉള്ളൂ. അവിടെ ഇഷ്ടംപോലെ മങ്കി ബാർസും സ്വിങ്സും ഒക്കെ ഉണ്ട്. സോ നോവി അതിലൊക്കെ എല്ലാത്തിലും കയറി കുറച്ച് നേരം കളിച്ചു. നോവയ്ക്ക് ഒരു പ്ലേ ബഡിനെ കിട്ടി. പിന്നെ വൈകുന്നേരം നോവയ്ക്ക് സ്വിമ്മിങ് ക്ലാസ് ഉണ്ടായിരുന്നു, അതിന് പോകുന്ന വഴിയാണ്. രാത്രിയായി. പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നോവയും ലിയയും കൂടെ കുറച്ച് നേരം ഇരുന്ന് കളിക്കുകയാണ് കാണുന്നത്. ലിയോ ബോൾ പാസ് ചെയ്യുന്നതാണ് കാണുന്നത് കേട്ടോ. നന്നായിട്ട് ചെയ്യുന്നുണ്ട് അവനിപ്പോൾ. ആദ്യമൊന്നും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. പിന്നെ നമ്മൾ ഇടയ്ക്ക് ട്രെയിനിങ് കൊടുക്കും. നോവി ഇടയ്ക്ക് പറയുമായിരുന്നു, ഐ ഹാവ് എ ബ്രദർ, ഹിസ് നെയിം ഈസ് ലിയോ എന്ന്. നോവയ്ക്ക് ലിയോ വെറുമൊരു പെറ്റ് ഡോഗ് മാത്രമല്ല കേട്ടോ, ഒരു ബ്രദർ എന്നാണ് ഇപ്പോഴും അവൾ പറയുന്നത്. ലൈക്ക് ഐ ഹാവ് സംബഡി ടു പ്ലേ വിത്ത് എന്ന് ഇടയ്ക്ക് പറയും. ഇപ്പോഴും അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലിയോ ആയിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്കിനിയും മുന്നോട്ട് കാണാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. താങ്ക് യു അഗെയിൻ. സീ യു ഓൾ.